രണ്ടുപേരുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേരും സിനിമ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ആൾക്കാരല്ല. ചേച്ചിയും അതെ, നിഖിലയും അതെ. ബേസിക്കലി രണ്ടുപേരും ഡാൻസറുമാണ്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ കഴിയുമ്പോൾ ഇനിയും സിനിമയിൽ തന്നെ തുടരാനാണോ നിഖില? അതായത് ഡാൻസ് എന്നൊരു ഇഷ്ടത്തെ, നിഖില ഒരു ഡാൻസർ കൂടിയാണല്ലോ, മാറ്റി അങ്ങനെ ഡാൻസർ എന്ന് വിളിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രൊഫഷണലായിട്ട് അങ്ങനെ ഡാൻസറായിട്ടോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അതിലേക്കൊക്കെ വരാം. അതെ അതെ, അമ്മയ്ക്ക് ഡാൻസ് സ്കൂൾ ഉണ്ട്. നിഖില ഒരു ഇന്റർവ്യൂല് പറയുകയുണ്ടായി, ഞാൻ സിനിമാ നടി ഇല്ലെങ്കിൽ അമ്മയുടെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നേരുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പണ്ടിപ്പം അമ്മയുടെ കൂടെ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു വീട്ടിലൊക്കെ ഉള്ള സമയത്ത്. ഇപ്പൊ ഞാൻ ആ ഏരിയയിൽ അമ്മയുടെ ഡാൻസ് സ്കൂളിൽ എന്താ സംഭവിക്കണമെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പോവാറില്ല. ഇപ്പൊ എല്ലാ വർഷവും മഹാനവമിയുടെ അന്ന് മാത്രം പോയി മറ്റേ തട്ടടവ് ചവിട്ടിയിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും. എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് ശീലമുള്ള കാര്യം ഡാൻസിനെക്കാട്ടിലും കൂടുതൽ ഇപ്പം എനിക്ക് സിനിമയാണ്. അപ്പം എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യുക എന്നുള്ളത് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയാണ് ഇഷ്ടം. ഇപ്പം നിഖിലയുടെ റീസെന്റ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂല് വായിച്ചതാണ് ഞാൻ. ഒരു തമിഴ്നാട്ടിലെ ഒരു സിനിമ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ അവർ ടിക്കറ്റ് പോലും എടുത്തു തരാതെ അമ്മ ബാഗിൽ നിന്ന് ചില്ലറ എണ്ണി വിഷമിക്കുന്ന ഒരു ഇതുണ്ടായി എന്നുള്ളത്. അപ്പം ഇന്നും നമ്മള് ഇന്ന് നിഖില പറയുന്നിടത്ത് ചില കാര്യങ്ങൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കുറച്ച് ഇമോഷണലി അവർ എഴുതിയിരിക്കുന്നതാണ്. ഇത് മീൻസ് അങ്ങനെ അതൊരു കഷ്ടമുള്ളൊരവസ്ഥയാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കും അമ്മയ്ക്കും പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. നമ്മളത് അവിടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇവർ ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കയറി കഴിയുമ്പോഴാണ് ഈ ടിക്കറ്റ് കൺഫേംഡ് അല്ല എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പം ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പം എൻ്റെ അമ്മ കരയുകയും ഞാൻ മറ്റൊരു സൈഡിൽ കാരണം അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വിഷമം അറിയില്ലല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോഴാണല്ലോ. അന്നിപ്പോ മറ്റേ അമ്മ ഞാനും കൂടെ മറ്റേ എന്റെ പേഴ്സന്ന് മറ്റേ അവസാനം 10 രൂപ കൊടുക്കില്ലേ, അങ്ങനെ ഒരു 2000 സംതിങ് രൂപ അങ്ങനെ ഒരു സാധനം അങ്ങനെയാണ് അത്. ഇപ്പം മറ്റേ ആദ്യം അവർ എഴുതി വന്നപ്പോൾ മറ്റേ സാധനമായിരുന്നു, മറ്റേ നാട്ടുകാർ ടിക്കറ്റ് എടുത്ത് തന്നൊക്കെ ആയിരുന്നു. ഞാൻ നാട്ടുകാർ ടിക്കറ്റ് എടുത്ത് തന്നിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് എടുത്തത്. പക്ഷെ ഇപ്പം എന്നാലും പൈസ മീൻസ് നമ്മൾ പല കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുമല്ലോ. അപ്പം ഈ കാർഡ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, ഗൂഗിൾ പേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കയ്യിലെ പൈസ അപ്പം എൻ്റെ അമ്മ ഇപ്പോഴും അത് വിചാരിച്ചിട്ട് ഇപ്പോഴും കയ്യിൽ പൈസ കൊണ്ട് നടക്കും. അത് എൻ്റെ അമ്മയ്ക്ക് അതൊരു ട്രോമയാണ്. എനിക്കതങ്ങനെ അല്ല, തമാശയല്ല. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ കരഞ്ഞപ്പോ പറയാണ് എനിക്ക് കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ആശ്വസിപ്പിക്കില്ല. എന്റെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മ കരഞ്ഞിട്ട് അമ്മ അടുത്ത സെക്കൻഡിൽ അമ്മ ഉറങ്ങിപ്പോവും. അമ്മ ഉറങ്ങും രാത്രിയൊക്കെ കിടക്കുമ്പോഴേ അമ്മ ഉറങ്ങും. അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ കരഞ്ഞിട്ട് അമ്മ ഉറങ്ങുമല്ലോ. അപ്പൊ എനിക്ക് ഈ അമ്മ പറഞ്ഞ അപ്പോഴായിരിക്കും ഞാൻ ആലോചിച്ച് തുടങ്ങണേ. അപ്പൊ ഞാൻ എന്നിട്ട് രാത്രി കിടന്ന് കാര്യം ഇപ്പൊ ഞാൻ എന്റെ അമ്മയെ ആലോചിക്കും, അമ്മ നല്ല ഉറങ്ങി എനിക്ക് ഇതിന്റെ ഒക്കെയാണ് ഇപ്പൊ അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞുറങ്ങുന്നു അത് ആലോചിച്ച് മറ്റേ അത് ആ സമയത്ത് നമ്മൾ ആ കോൺവെർസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പിന്നെയാണ് അത് പ്രോസസ് ചെയ്യുക. അതാണ് എന്റെ ഒരു പ്രശ്നം. ചോദിക്കാൻ വന്ന ചോദ്യം എല്ലാം പോയിട്ട് വേറെ ഇതായിട്ടുണ്ട്.